ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും ചർച്ചയാകുന്നത് അടുത്ത IPL-ൽ ഹാർദിക് പാണ്ഡ്യ ആർക്കൊപ്പം ഉണ്ടാകുമെന്ന ചോദ്യമാണ്. ഓൾറെഡി മുംബൈക്കൊപ്പം ഉണ്ടാവാനുള്ള സാധ്യത തുലോം കുറവാണ്. ചെന്നൈക്കൊപ്പം ഉണ്ടാവാനുള്ള സാധ്യതകളാകട്ടെ ഏറുന്നുണ്ട് താനും. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാവുകയാണെങ്കിൽ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രേഡ് ഡീലുകളിൽ ഒന്നിനാണ് ക്രിക്കറ്റ് ലോകം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കാൻ CSK ശ്രമിക്കുന്നെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. റിപ്പോർട്ടുകൾ പ്രകാരം 20 കോടിയിലധികം മൂല്യം വരുന്ന ഓഫറുകളാണ് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈ ഇന്ത്യൻസും CSKയും തമ്മിൽ രണ്ട് രീതിയിലുള്ള ട്രേഡ് സാധ്യതകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. നിലവിൽ 16.35 കോടി രൂപയാണ് ഒരു സീസണിൽ ഹാർദിക്കിന് മുംബൈ ഇന്ത്യൻസ് നൽകുന്നത്. ഹാർദിക്കിന് പകരമായി ഓൾറൗണ്ടർ ശിവൻ ദൂബെയെയും യുവതാരം ആയുഷ് മാത്രയെയുമാണ് മുംബൈ ആവശ്യപ്പെടുന്നത്. ഇത് ചെന്നൈക്ക് ഒരു പക്ഷേ സ്വീകാര്യമാവാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ സീസണിൽ CSKയ്ക്ക് വേണ്ടി സഞ്ജു സാംസണൊപ്പം ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് കളിച്ച താരമാണ് ആയുഷ് മാത്രെ, യുവതാരമായ ആയുഷ് മാത്രെ. CSK പകരം ശിവൻ ദൂബെയെയും സൗത്ത് ആഫ്രിക്കൻ പവർ ഹിറ്റർ ബേബി AB ഡെവാൾ ബ്രെവിസ് ഇവർക്കൊപ്പം 10 കോടി രൂപ പണമായി നൽകാമെന്നാണ് മുന്നോട്ട് വെച്ച കൗണ്ടർ ഓഫർ. ബ്രെവിസ് നമുക്കറിയാം മുമ്പ് മുംബൈക്കൊപ്പം കളിച്ച താരമാണ്. CSKക്കൊപ്പമുള്ള ആദ്യ സീസണിൽ അദ്ദേഹം മികച്ച ഫോമിൽ കളിച്ചുവെങ്കിലും കഴിഞ്ഞ സീസണിൽ ഒരു നനഞ്ഞ പടക്കമായിരുന്നു. ബ്രെവിസിനെ വേണോ അതോ മാത്രമേ വേണമെന്ന് മുംബൈ വാശി പിടിക്കുമോ? ഇനി മുംബൈയുടെ തീരുമാനം എന്തായിരിക്കുമെന്നാണ് അറിയേണ്ടത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് ഗുജറാത്തിൽ നിന്നും എത്തിയത് മുതൽ തുടങ്ങിയതാണ് അവിടെ പ്രശ്നങ്ങൾ. 5 തവണ കിരീടം നേടിയ നായകനെ രോഹിത് ശർമ്മയെ വെറും 2 സീസണുകളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ വേണ്ടത്ര ലക്ഷ്യബോധമില്ലാതെ മാറ്റി ഗുജറാത്തിൽ നിന്നും അവർക്ക് ഒരു തവണ കിരീടവും മറ്റൊരു തവണ റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും നേടിക്കൊടുത്ത ക്യാപ്റ്റനെ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ അവരുടെ ക്യാപ്റ്റനായി അവരോധിച്ച് കിരീടം മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീടെല്ലാം അടിപതറുന്ന കാഴ്ചയാണ് പിന്നീടുള്ള സീസണുകളിൽ നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിൽ കണ്ടത്. 2 തവണയും തങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച, നേട്ടങ്ങൾ ഒരുപാട് നേടിക്കൊടുത്ത നായകനെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും ശ്രമിക്കാതെ പൊന്മുട്ടയിടുന്ന താറാവിനെ അശേഷം കൊലയ്ക്ക് കൊടുത്തതുപോലെയായിരുന്നു അന്നത്തെ ഹാർദിക്കിനെ വിട്ടുകൊടുത്ത ഗുജറാത്തിന്റെയും മനോഭാവം. രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയപ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും മുംബൈ ഇന്ത്യൻസ് അന്ന് സ്വപ്നം കണ്ടിരുന്നില്ല. എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഇന്നോളം എടുത്തതിൽ വെച്ച് ഏറ്റവും ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു തീരുമാനമായിരുന്നു അത്. അതിനുശേഷമുള്ള സീസണുകളിൽ ഒന്നിലും കിരീടത്തിനടുത്തുപോലും എത്താതെ ഇമ്പാക്ട്ഫുൾ പ്രസൻസ് പോലും കാണിക്കാനാവാതെ ഉഴലുകയായിരുന്നു മുംബൈ ഇന്ത്യൻസ്, ദ മൈറ്റി മുംബൈ ഇന്ത്യൻസ്. ഹാർദിക് ക്യാപ്റ്റനായത് മുതൽ അവരുടെ പാളയത്തിലെ പോരുകൾ വരെ വാർത്തയായിരുന്നു ഒരു ഘട്ടത്തിൽ. ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും രോഹിത് ശർമ്മയും എല്ലാം ഹാർദിക്കിനെതിരായപ്പോൾ ഗ്രൗണ്ടിലെ ചിരിക്കുന്ന മുഖത്തിനു പിന്നിലും ഹാർദിക്കിന് സ്വയം ഒരു ഔട്ട്സൈഡറാണെന്ന ചിന്ത എത്രയോ പ്രാവശ്യം ആ സമയത്ത് തോന്നിയിരിക്കണം. ആ സമയത്ത് പരിശീലന സമയത്ത് 2 ഗ്രൂപ്പുകളായിട്ടാണത്രേ മുംബൈ ടീം ഇറങ്ങുന്നത് എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പരിശീലനത്തിന് വരുന്നത് കണ്ട് രോഹിത്തും സൂര്യയും തിലകുമൊക്കെ എഴുന്നേറ്റ് ഗ്രൗണ്ടിന്റെ മറുവശത്തേക്ക് പോയ വാർത്തകളൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഹാർദിക്കിനെ പല മത്സരങ്ങളിലും വലിയ കൂവലോടെയാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ തന്നെ സ്വീകരിച്ചത്. ആദ്യ സീസണിൽ നമ്മളത് ഒരുപാട് കണ്ടതാണ്. ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ഫാൻസിൽ നിന്നും ലഭിച്ചിട്ടില്ല. അതിനൊപ്പം പല മുതിർന്ന താരങ്ങളും ആ സീസൺ മുതൽ ഹാർദിക് എന്ന ക്യാപ്റ്റനെ വിമർശിക്കാൻ മത്സരിക്കുകയായിരുന്നു. ഇർഫാൻ പത്താനെയും AB ഡിവിലിയേഴ്സിനെയും കെവിൻ പീറ്റേഴ്സിനെയും പോലുള്ളവരൊക്കെ വലിയ വിമർശനങ്ങളാണ് ഹാർദിക്കിനെതിരെ അന്ന് എഴുതത്. നായകനെന്ന നിലയിൽ ഗ്രൗണ്ടിൽ ഹാർദിക്കിന്റെ ശരീരഭാഷ ശരിയല്ലെന്നാണ് അന്ന് ABD ഒരിക്കൽ പറഞ്ഞത്. അതിന് സമാനമായ രീതിയിൽ കെവിൻ പീറ്റേഴ്സിനും അഭിപ്രായപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ആഭ്യന്തര ക്രിക്കറ്റിലോ IPL-ലോ മുമ്പൊരിക്കലും ക്യാപ്റ്റനായ പരിചയമില്ലാതെയാണ് 2022-ൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകസ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തിയത്. എന്നാൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അരങ്ങേറ്റക്കാരായ GTയെ അരങ്ങേറ്റ സീസണിൽ തന്നെ ചാമ്പ്യന്മാരാക്കുകയുണ്ടായി അദ്ദേഹം. ക്യാപ്റ്റൻസി മികവെന്ന് തെളിയിക്കുകയുണ്ടായി. അന്ന് സംഭവിച്ചത് വെറും യാദൃശ്ചികമായി നടന്നതല്ലെന്ന് അതിനുശേഷമുള്ള സീസണിലും ഹാർദിക് കാണിച്ചു തന്നു. റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു ആ സീസണിൽ GT. അങ്ങനെ അത്രയും ഗംഭീര റെക്കോർഡുമായിട്ടായിരുന്നു ഹാർദിക് തൻ്റെ പഴയ തട്ടകമായ മുംബൈ ഇന്ത്യൻസിലേക്ക് ആ സമയത്ത് 3 വർഷം മുമ്പ് തിരിച്ചെത്തിയത്. പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ പാളുകയായിരുന്നു. ഹാർദിക് പാണ്ഡ്യക്കെതിരെ വിമർശനങ്ങൾ ശക്തമായപ്പോഴും പക്ഷേ അതിനടുത്ത സീസണുകളിലും ഹാർദിക്കിന് കീഴിൽ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയത്. അതായിരുന്നു മാനേജ്മെന്റ് തീരുമാനം. പക്ഷേ ആ സീസണുകളിലും പരാജയമായിരുന്നു ഫലം. കഴിഞ്ഞ സീസണിലാവട്ടെ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ് താരസമ്പന്നമായ മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തത്. രോഹിത്തും സൂര്യയും ഡീകോക്കും തിലകും ഹാർദിക്കും ജസ്പ്രീത് ബുംറയും ഒക്കെയുള്ള ഒരു ടീമിനാണ് ഇങ്ങനെയൊരു നാണം കെട്ട അവസ്ഥ വന്നതെന്ന് ഓർക്കണം. കഴിഞ്ഞ സീസണിൽ ഒരുവിധം എല്ലാ മുംബൈ ഇന്ത്യൻസ് താരങ്ങളും ഫോം ഔട്ടായിരുന്നു. 2026 സീസണിൽ 206 റൺസും 4 വിക്കറ്റും മാത്രമാണ് ഹാർദിക്കിന്റെ സംഭാവന. ഇക്കണോമി റേറ്റ് ആവട്ടെ 11.43 എന്ന ഇക്കണോമി റേറ്റും. ഹാർദിക് പല മത്സരങ്ങളിലും പുറത്തിരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഘട്ടത്തിൽ സൂര്യയായിരുന്നു അവരുടെ ക്യാപ്റ്റൻ, ചില ഘട്ടത്തിൽ ബുംറയായിരുന്നു
ആയിരുന്നു മുംബൈയെ നയിച്ചത്. ഇതിനിടെ തന്നെ ഒരു മത്സരത്തിന് ശേഷം CSK പ്രതിനിധികളുമായി ഹാർദിക് പാണ്ഡ്യ IPL-നിടെ തന്നെ ചർച്ച നടത്തിയെന്ന വാർത്തകളുമുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണോടെ സഞ്ജു സാംസണെ സ്വന്തമാക്കിയ CSK പരിചയസമ്പന്നനായ ഒരു ഇന്ത്യൻ താരത്തെ ലഭിക്കും എന്ന രീതിയിലാവും ഒരുപക്ഷെ ഹാർദിക്കിൽ കണ്ണുവെക്കുന്നത്. കോച്ച് സ്റ്റീഫൻ ഫ്ലമിംഗ് പടിയിറങ്ങിയ സാഹചര്യത്തിൽ MS ധോണി കളിക്കാൻ ഇനി സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പരിചയസമ്പന്നനായ ഒരു ഓൾറൗണ്ടറെ ആവശ്യമാണ് എന്നതിനാലാണ് ഒരുപക്ഷെ CSK ഹാർദിക്കിനായി രംഗത്തെത്തിയിരിക്കുക. എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും LSGയും അടക്കമുള്ള മറ്റു ഫ്രാഞ്ചൈസികളും ഹാർദിക്കിന്റെ ട്രേഡ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ ഹാർദിക് ട്രേഡ് ചർച്ചകൾ വലിയ വാർത്തയാവാനിടയുണ്ട്. ഹാർദിക്കിന് പകരം IPL 2026 സീസണിൽ 180-നടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശി ശ്രദ്ധ നേടിയ ആയുഷ് മാത്രയെ ടീമിന്റെ ദീർഘകാല ഭാവി മുന്നിൽ കണ്ടാണ് മുംബൈ നോട്ടമിട്ടിരിക്കുന്നത്. മുംബൈ എന്നും നമുക്കറിയാം അങ്ങനെ യുവതാരങ്ങളെ മുളയിലെ നോട്ടമിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം അവർക്കുണ്ട്. ഹാർദിക്കും ജസ്പ്രീത് ബുംറയും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ 19-കാരനായ മാത്രയെ അങ്ങനെ എളുപ്പം വിട്ടുകൊടുക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറാവാൻ സാധ്യതമല്ല. ആ ഡീൽ നോ പറഞ്ഞാണ് വെടിക്കെട്ട് താരം ശിവൻ ദൂബെയെയും അതുപോലെ തന്നെ ഡെവാൾ ബ്രെവിസിനെയും ഒപ്പം 10 കോടി രൂപ കൂടി അങ്ങ് നൽകാമെന്നുള്ള ചെന്നൈയുടെ വാഗ്ദാനം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് ഉണ്ടായിരിക്കുന്നത്. ചെന്നൈ മുന്നോട്ട് വെച്ച ഈ ഓഫറിന് ഏകദേശം 20 കോടി രൂപയിലധികം മൂല്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമല്ല ലോക ക്രിക്കറ്റിൽ തന്നെ ഇതുപോലെയുള്ള ഒരു ഓൾറൗണ്ടർ, ഒരുപക്ഷേ ഓൾറൗണ്ടർമാരിലെ ഏറ്റവും മികച്ച താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് ഇപ്പോഴും അദ്ദേഹം അങ്ങനെ ഒരു ഓൾറൗണ്ടറാണ് എന്ന് നമുക്കറിയാം. നിലവിൽ ഇരു ഫ്രാഞ്ചൈസികളും ഔദ്യോഗികമായി ഈ കരാർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന്റെ ട്രാൻസ്ഫർ പോലെ ഒരു വലിയ ഡീൽ തന്നെയായിരിക്കും ഈ കരാർ ഓക്കെ ആയാൽ ഉണ്ടാവുക. അപ്പോൾ ഹാർദിക് ഇനി അടുത്ത സീസണിൽ ആർക്കൊപ്പം കളിക്കും?